ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേഡ. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മുടെ സോഫ്റ്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അഡാനി പവറിൻ്റെ ലൈവ് പെർഫോമൻസിലൂടെ കാണിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമല്ല, സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റിലെല്ലാം മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യും. ഇതേപോലെ തന്നെ നമുക്ക് ഏത് ട്രേഡും നമ്മുടെ സോഫ്റ്റിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു എൻട്രിയും എക്സിറ്റും റിവേഴ്സിലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതായത് നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നമുക്ക് മെയിൻ കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസുകളാണ്. അതായത് ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് റിവേഴ്സ് പോയിട്ട് പിന്നെ തിരിച്ച് അപ്പ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ സെൽഫ് ഡൗണിലേക്ക് പോകുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഹോൾഡ് ചെയ്യണോ അതോ ഇനിയും നമുക്കവിടെ നമുക്ക് മാർക്കറ്റ് തിരിച്ച് പോകുമോ എന്നുള്ള കൺഫ്യൂഷൻ നമ്മുടെ ഈ സോഫ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് വേർഷനിലൂടെ നമുക്ക് മാറ്റിത്തരാം. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്ക് ആക്ച്വലി അതായത് ഫ്രഷേഴ്സിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഈ സ്ട്രാറ്റജി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ടോട്ടൽ 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ ക്യാൻഡിൽ സ്റ്റിക്ക് വേർഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് എങ്ങനെ വേണേൽ ടൈപ്പിൽ സെറ്റ് ചെയ്തെടുക്കാം. ടോട്ടൽ 8 എണ്ണം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് ആക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അഡാനി പവറിൻ്റെ ഇതിന് സിമ്പിളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻട്രാഡേ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 5 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്വിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് 30 ഒക്കെയാണ് നമുക്ക് 1 വീക്ക് അതിൻ്റെ. അപ്പോൾ 1 അവറിലേക്ക് വെക്കുമ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിങ് അതൊരു 1 മന്ത് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ ബൈസിക്കിൾ, ഇപ്പോൾ ഈ ഗ്രീൻ കളറാണ് ബൈസിക്കിളിൽ, ഇത് റെഡാണ് സെല്ല്. അപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ബൈ ആയിരുന്നു. ഇപ്പോൾ ഈ ആഴ്ച നമുക്ക് കഴിഞ്ഞ ആഴ്ച സെല്ലായിരുന്നു, ഈ ആഴ്ച ബൈ ആ പോയിക്കൊണ്ടിരിക്കുന്നത്. 14th ശേഷം ബൈ ആണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു 2 ജനുവരി തൊട്ട് നമുക്ക് ആക്ച്വലി ഡൗൺ ആയിരുന്നു. അപ്പോൾ 14th കഴിഞ്ഞ ശേഷമാണ് ഒരു അപ്പ് സ്റ്റാർട്ടായത്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ബൈ വന്നിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതാണ് ബൈസിക്കിൾ, അതിൻ്റെ ഡീറ്റെയിൽസ് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്, 3 ടാർഗറ്റ്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സെല്ലാണെങ്കിലും ബൈ ആണെങ്കിലും ആ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ബൈ വരുന്ന സമയത്ത് ഇവിടെ താഴത്തെ ക്യാൻഡിൽ കളറ്, കൺഫർമേഷൻ ബാർ, അതേപോലെ പ്രൈസ് ആൻഡ് ബൈസിന് ഇത് 3ഉം വരണം. ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്യാനിൽ ഓപ്പണിംഗ് റേറ്റ് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഇവിടെ ലോങ് അടിച്ച് കയറിയതുകൊണ്ട് ഈ അടുത്ത ക്യാനിലാണ് ട്രേഡ് പോയത്. അവിടെ നിന്ന് കയറിയിട്ടുണ്ട് മാർക്കറ്റ് 53 പോയിന്റ്സോളം നമുക്ക് കയറി നിൽക്കുവാണ്. അതിന് മുമ്പ് വന്ന സെല്ലും ഇതേപോലെയാണ്, പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ വന്നു. ഇപ്പോൾ ഇവിടുന്ന് ഡൗൺ വന്ന സമയത്ത് താഴെ ഓൾറെഡി റെഡായിരുന്നു, നമ്മൾ സപ്പോർട്ട് അടിച്ചതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താട്ടിറങ്ങിയിട്ടുണ്ട്, തിരിച്ചു കയറി നമുക്ക് പിന്നെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് താഴെ റെഡ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആക്ച്വലി അവിടെ സെല്ല് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, പക്ഷേ ഒരു ഡൗൺ ട്രേഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ, അതായത് എക്സിറ്റ് ചെയ്യാൻ പറയുന്നില്ല, തിരിച്ചു കയറുന്നൊരു മീനിങ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ എക്സ്ട്രാ കളർ, അതായത് സൈഡ് വേസ്, നമുക്ക് ബ്ലൂ കളർ, വെള്ള കളർ, അതേപോലെ ഹോളോ ക്യാൻഡിൽസ്, ഇതൊക്കെ സൈഡ് വേസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് വേസ്, അപ്പോൾ ഒരു കൺഫേം അല്ലാത്ത ട്രെൻഡുകൾ നമുക്ക് സൈഡ് വേസ് ആയിട്ട് കളർ ചേഞ്ചസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. ഓക്കെ, അപ്പോൾ ഈസിയാണ്. എല്ലാ മാർക്കറ്റും, ഏത് മാർക്കറ്റും ഈ സ്ട്രാറ്റജി തന്നെ സെറ്റ് ചെയ്യാം നമുക്ക്. അതേപോലെ നമ്മുടെ സോഫ്റ്റിനകത്ത് നമുക്ക് സ്കാനർ, അതായത് ഇപ്പം ഏത് സ്റ്റോക്കാണ് നല്ല ബിയറിഷ് പോകുന്ന സ്റ്റോക്കുകൾ, അതായത് നമുക്ക് മാർക്കറ്റിൻ്റെ കറക്റ്റ് ട്രെൻഡ് കറക്റ്റ് സമയത്ത് അറിയാനായിട്ട് നമുക്ക് സ്കാനർ സെറ്റ് ചെയ്യാം. അതായത് നമുക്കിവിടെ സ്കാനർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ചാർട്ട് ഇവിടെ നമ്മൾ ഏതാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ സ്കാനർ അങ്ങ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രെൻഡ് ഇപ്പം ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ സ്കാനറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല ബുള്ളിഷ് പോകുന്ന സ്റ്റോക്കുകൾ, ബിയറിഷ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടൊരു ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നല്ലതായിട്ട് ഇപ്പോൾ ബുള്ളിഷ് പോകുന്നതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈവ് ഡെമോ, ഫ്രീ ലൈവ് ഡെമോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.